ഷോപ്പീസ് ടോപ്പിക്കിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു. 2026 വിഷുക്കണി ഒരുക്കുകയാണ് കേട്ടോ, ഞാനും ചക്കരമോളും കൂടി ചേർന്ന്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഉണ്ണിക്കണ്ണന് മഞ്ഞക്കൊടിയൊക്കെ വാങ്ങിച്ചു, അതൊക്കെ ഉടുപ്പിച്ചു. ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പഴങ്ങളൊക്കെ വാങ്ങിച്ചു. അധികമായിട്ടൊന്നുമില്ല, എല്ലാം വളരെ കുറച്ച്. എന്താ പറയുക, ഫ്രൂട്ട്സിനൊക്കെ എന്തോരം വിലയാണ്. അപ്പോൾ എല്ലാം കുറച്ച് കുറച്ച് വാങ്ങിച്ചു. പക്ഷേ കണിക്കൊന്ന മാത്രം കിട്ടിയില്ല. അപ്പോൾ 2 വർഷം മുമ്പ്, ഏതാണ്ട് ഒരു 3 വർഷമായിട്ട് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൽ കണിക്കൊന്ന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് കണിക്കൊന്ന കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു വിഷമത്തിൻ്റെ ആവശ്യമില്ല. കണിക്കൊന്നയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കണിവെള്ളരി എന്ന് പറയുന്നത്. അപ്പോൾ കണിവെള്ളരിയൊക്കെ ഉണ്ടായിരുന്നു. ഉള്ളതുപോലെ നമുക്ക് കണി കാണാമല്ലോ. എന്താ പറയുക, നമ്മുടെ ഈ ഒരു നാട്ടിൽ കണിക്കൊന്നൊന്നും കിട്ടാനേ ഇല്ല കേട്ടോ. ഞാൻ നോക്കി, പക്ഷേ പൂക്കളൊക്കെ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ കണിക്കൊന്നയൊക്കെ നേരത്തെ വിറ്റ് പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. പ്രവാസ ജീവിതം ആകുമ്പോൾ ഇതെല്ലാം ഒരു പാക്കേജായിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും കേട്ടോ. ഞാൻ ഈ സന്ദർഭത്തിൽ അതൊക്കെ ഒന്ന് ഓർത്തു പോവുകയാണ് കേട്ടോ. എന്താ ഇല്ലാത്തതെല്ലാം ഉണ്ട്. നല്ലൊരു മനോഹരമായിട്ടുള്ള ഈ ആഘോഷങ്ങളെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഗൾഫ് രാജ്യങ്ങളിലാണ് കുറച്ചും കൂടി എല്ലാം സെറ്റായിട്ട് കിട്ടുന്നത്, നമ്മുടെ നാടിനേക്കാൾ ഏറെയും തോന്നുന്നു. എന്തായാലും ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ 2026 വിഷുക്കണിയൊക്കെ ഞങ്ങളങ്ങനെ ഒരുക്കി. ആ കാഴ്ചയാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത്. വിഷുക്കണി കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ വിഷു കഴിഞ്ഞു. സദ്യ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കതൊരു ശീലമില്ല. അപ്പം ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഞാനും വിഷുവൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ചോറിന് കറികളെന്ന് പറയാൻ ചിലപ്പോൾ പരിപ്പ് വയ്ക്കും. പരിപ്പും പപ്പടവും പച്ചടി, തോരൻ, ഇത് തന്നെ. പായസം പോലും വച്ചിട്ടില്ല കേട്ടോ. പായസം അങ്ങനെ വയ്ക്കാറില്ല, ഞാൻ പറഞ്ഞല്ലോ, സദ്യ അങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ ഏപ്രിൽ മാസം എന്നെ സംബന്ധിച്ചിടത്തോളം മണിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു സദ്യയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഉണ്ടാക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ അതൊരു ശീലമില്ല. അപ്പോൾ കണി കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ അല്ലെങ്കിൽ ആ വർഷത്തെ വിഷുക്കണി കണ്ടു കഴിഞ്ഞു. അങ്ങനെയാണ്. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ, പക്ഷേ പറ്റിയില്ല. ഭയങ്കര ചൂടല്ലേ. ചൂട് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാചകം ചെയ്യാൻ തന്നെ താല്പര്യമേ ഇല്ല. അടുക്കളയിൽ നിൽക്കാൻ പോലും പറ്റില്ല. സാധാരണ രാവിലെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചൂട് ഞാൻ അനുഭവിച്ചിട്ടില്ല. രാത്രി പോലും 2 ഫാന് അല്ലെങ്കിൽ ഒരു AC ഒക്കെ ഇട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ പോലും ഒരു സമയം വരെ ഇതൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ആ ചൂടെന്ന് പറയുന്നത് സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ രാത്രിയിൽ ഒരു 10:30 ആകുമ്പോൾ ചെറിയ രീതിയിലൊന്ന് കറണ്ട് പോകും. അത് കഴിഞ്ഞൊരു 12 മണിയാകുമ്പോൾ ഒരു വലിയ രീതിയിൽ ഒരു 10-25 മിനിറ്റ് അങ്ങനെ പോകും. അപ്പോൾ KSEBയിലെ നല്ല മനസ്സിനുടമയായ ആൾക്കാർ പറയുന്നതെന്ന് പറയുന്നത് ലോഡ് ഷെഡിങ് അല്ല, പവർ, അതായത് നമ്മുടെ കറണ്ട് ഒന്ന് പിടിച്ച് വയ്ക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. സദയം എല്ലാവരും ഒന്ന് ഞങ്ങളോടൊന്ന് സഹകരിക്കുക എന്നാണ് അവർ പറയുന്നത്. കാരണം കറണ്ട് കിട്ടാനേ ഇല്ലല്ലോ. കാരണം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ചൂട് സമയത്ത് കാണിക്കുന്നത് എന്ത് തന്നെയായാലും വളരെ മോശമായൊരു കാര്യമാണ്. കാരണം പുറത്തിറങ്ങി ഇരിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ വീട്ടിലും ഇരിക്കാൻ പറ്റുന്നില്ല, പുറത്തും ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭരണം, അതായത് മാറ്റം വന്നപ്പോൾ ഇത്രയും നാളും ജനങ്ങളെ ഇരുട്ടിലാക്കാതിരിക്കുന്ന ആ ഒരു ഭരണം ഇപ്പോൾ ഭരണം ഒഴിയാൻ നിന്നപ്പോൾ ഇരുട്ടിലാകുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും ഒരു പക്ഷേ, എനിക്കറിയില്ല. പക്ഷേ എന്ത് തന്നെ ആയാലും ഇതെല്ലാം നട്ടം തിരിയുന്നത് ജനങ്ങളാണ്, സാധാരണ ഞങ്ങളെയൊക്കെ പോലുള്ള ജനങ്ങളാണ് അല്ലേ. എന്താ പറയുക, എപ്പോഴും നമുക്ക് AC ഇരിക്കാൻ പറ്റുമോ? AC ഇരുന്നാൽ തന്നെ കറണ്ട് ബില്ല് വരുമ്പോൾ തന്നെ കണ്ണ് തള്ളും. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി സദ്യയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വീട്ടിൽ അല്ലാതെ നമുക്ക് പാചകം ചെയ്യാനേ പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഫുൾ ടൈം അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഒരു ചൂട് സമയം കൂടി ആകുമ്പോൾ ഒട്ടും പറ്റത്തില്ല. അപ്പം ഒരു വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമുക്കതിനുള്ള ആരോഗ്യമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരോഗ്യം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല. അപ്പോൾ ഈ വിഷുവിന് 2 ദിവസം മുമ്പ് വരെ എനിക്ക് ഭയങ്കര കാലുവേദനയും വയറുവേദനയും, കുറച്ച് നാളായിട്ട് വയറുവേദനയുണ്ട്, എന്താണെന്നറിയില്ല. അപ്പം കല്ലിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ കുറേയേറെ അസ്വസ്ഥതകളായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല.
ചൂടും കൂടി ആകുമ്പോൾ പിന്നെ പറയാനുമില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ട് ആഘോഷങ്ങളെല്ലാം തന്നെ വളരെ ലളിതമായ രീതിയിലാകാനല്ലേ പറ്റത്തുള്ളൂ. മെയിൻ നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യമില്ലെങ്കിൽ ഒരാഘോഷവും ഇല്ല, അല്ലേ? എത്ര വയ്യെങ്കിലും വിഷു ആയാലും ഓണമായാലും നമുക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി തൂത്ത് തുടച്ച് ഈ പറഞ്ഞ മാതിരി വിളക്കൊക്കെ ഒരുക്കി കണിയൊക്കെ ഒരുക്കി വെക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ആ ഒരു സന്തോഷം എനിക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് എത്ര വയ്യെങ്കിലും ഞാനിത് ചെയ്ത് വെക്കാറുണ്ട്. ആരോഗ്യം ഉണ്ടായിട്ടല്ലെങ്കിൽ പോലും നമുക്കിതൊക്കെ വർഷത്തിൽ വരുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പോൾ എന്തായാലും 2026 കണിയൊക്കെ വെച്ചു. അതൊക്കെ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുക്കാൻ പറ്റി. അത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എന്നെ സഹായിക്കാൻ ചക്കരമോളും ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ഒരു 2026 വിഷു വിശേഷങ്ങളാണ് കേട്ടോ. വലുതായിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും വിഷുവിനെ പറ്റി വീഡിയോ ഇട്ടില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങ് ചെയ്തു പോകണമല്ലോ എന്ന് കരുതിക്കൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ. രാവിലെ ഞാൻ എഴുന്നേറ്റ് 4 മണിക്ക് വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്ന് കണിയൊക്കെ കാണിച്ചു. മണിക്കുട്ടിക്ക് ജോലിയുണ്ട് കേട്ടോ. മണിക്കുട്ടി 4:20 ആകുമ്പോഴേ എത്തത്തുള്ളൂ രാവിലെ. അപ്പം മണിക്കുട്ടിയും വന്ന് മണിക്കുട്ടീനെയും കണിയൊക്കെ കാണിച്ചു. പിന്നെ കണി കണ്ടിട്ട് ഇച്ചിരി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ജസ്റ്റ് പോയി ഒന്ന് കിടന്നു കേട്ടോ. കാരണം തലേ ദിവസം എല്ലാം ഒരുക്കി കാലത്ത് എഴുന്നേൽക്കണമെന്ന് മൈൻഡിൽ കിടക്കുന്നതുകൊണ്ടും അലാറം എത്ര കേട്ടാലും ഞാൻ എഴുന്നേൽക്കില്ല. പക്ഷേ ഈ ഒരു ദിവസം അത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ നല്ല രീതിക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എണീച്ച് ആ ഒരു 4 മണിക്ക് തന്നെ വിളക്ക് കത്തിക്കണമല്ലോ. ആ കണി കാണുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ടല്ലോ. അതൊക്കെ ഒരു വലിയൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ പിന്നെ പതിവ് പോലെ വിഷുവിൻ്റേതായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ആത്മസംതൃപ്തി അണഞ്ഞുകൊണ്ട് 2026 വിഷു ഇവിടെ തീരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഗംഭീരമായി വിഷു ആഘോഷിച്ച് കാണുമെന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനോഹരമായ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ചെറിയൊരു വിഷു കണിയൊരുക്കമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടും വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയ നല്ല വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം പബീസ് ഓർബിറ്റ്. പുതിയ നല്ല വീഡിയോയുമായി വരാമേ. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.